Hello, in this section we are discussing about the erosional work by running water. The work of running water is mainly in the form of surface runoff or overland flow. The landforms carved out or built by the running water is called fluvial landforms, and the running waters which shape them are called fluvial processes. റണ്ണിംഗ് വാട്ടറിൻ്റെ വർക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് സർഫസ് റൺ ഓഫ് വഴിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഓവർലാൻഡ് ഫ്ലോ വഴിയോ ആയിരിക്കും. റണ്ണിംഗ് വാട്ടർ അല്ലെങ്കിൽ റിവർ അല്ലെങ്കിൽ സ്ട്രീം ബിൽഡ് ചെയ്യുന്ന ലാൻഡ്ഫോംസിനെ വിളിക്കുന്ന പേര് ഫ്ലൂവിയൽ ലാൻഡ്ഫോംസ് എന്നാണ്. ആ ഒരു പ്രോസസ്സിനെ അത് ഷേപ്പ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ബിൽഡപ്പ് ചെയ്യാൻ എടുക്കുന്ന ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് ഫ്ലൂവിയൽ പ്രോസസ്സ് എന്നാണ്. The geological work of fluvial process of rivers are called three-phase work comprising erosion, transportation and deposition. ഇത്തരത്തിലുള്ള ബിൽഡ് ചെയ്യുന്ന ലാൻഡ്ഫോംസിനെ ബിൽഡ് ചെയ്യുന്ന ഈ ഫ്ലൂവിയൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 3-phase വർക്കാണ്. ഈ 3 ഫേസിൽ പ്രധാനമായിട്ടുള്ളത് ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡിപ്പോസിഷൻ ആണ്. The fluvial landforms are divided into two major groups: erosional landforms, depositional landforms. Erosional landforms are the landforms resulting from the progressive removal of bedrock mass, and depositional landforms are the landforms shaped by the deposition of different types of eroded materials. ഫ്ലൂവിയൽ ലാൻഡ്ഫോംസ് അല്ലെങ്കിൽ നമ്മുടെ റിവർ അല്ലെങ്കിൽ റണ്ണിംഗ് വാട്ടർ ഉണ്ടാക്കുന്ന ലാൻഡ്ഫോംസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ഇറോഷണൽ ലാൻഡ്ഫോംസും ഡിപ്പോസിഷണൽ ലാൻഡ്ഫോംസും. പുതിയതായിട്ടുള്ള മെറ്റീരിയൽസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ലാൻഡ്ഫോംസിനെ ഡെപ്പോസിഷണൽ ലാൻഡ്ഫോംസ് എന്നും, അതായത് ഇറോഡ് ചെയ്ത് വരുന്ന മെറ്റീരിയൽസ് കൊണ്ട് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യും, അത്തരത്തിലുണ്ടായി വരുന്ന ലാൻഡ്ഫോംസിനെ ഡെപ്പോസിഷണൽ ലാൻഡ്ഫോംസ് എന്നും, ഇറോഷൻ ഏതെങ്കിലും ഒരു ബെഡ്റോക്ക് കാണും, അവിടെ ഇറോഷൻ നടന്നിട്ട് അതിന് ഷേപ്പ് ചെയ്തുണ്ടാവുന്ന ലാൻഡ്ഫോംസിനെ ഇറോഷണൽ ലാൻഡ്ഫോംസ് എന്നാണ് വിളിക്കുന്നത്. ജസ്റ്റ് ഡിസ്കസിങ് സം ഓഫ് ദ ടേംസ് റിലേറ്റിംഗ് ടു ദ erosional work of running water. First, the fluvial processes. All stream related processes are collectively called fluvial, and this word fluvial is derived from the Latin word fluvius, meaning river. And all the landforms shaped by running water is called fluvial landforms. Then the river system, an integrated system of tributaries, trunk stream which collect and funnel surface water to the ocean, sea, lake or some other body of water is known as river system. River system എന്ന് പറയുന്നത് ഒരു സ്ട്രീമിന്റെ സോഴ്സ്, അതിന്റെ ട്രങ്ക് സ്ട്രീം, അതിന്റെ ട്രിബ്യൂട്ടറീസ്, അതിന്റെ ഫണൽ സർഫസ് വാട്ടർ, അതായത് ഡിസ്ട്രിബ്യൂട്ടറീസ് എല്ലാം കൂടെ കളക്റ്റീവായിട്ട് പറയുന്ന ഒരു ടേമാണ് റിവർ സിസ്റ്റം. ഒരു റിവറിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഭാഗങ്ങളും ചേർത്ത് പറയുന്ന പേരാണ് റിവർ സിസ്റ്റം. Parts of a stream: source or head. The top end of a stream where its flow begins is the source or head. എവിടെയാണോ ഒരു നദി ഉത്ഭവിക്കുന്നത് ആ ഉത്ഭവ കേന്ദ്രത്തിനെയാണ് സോഴ്സ് അല്ലെങ്കിൽ ഹെഡ് എന്ന് വിളിക്കുന്നത്. The bottom end of a stream is the mouth. എവിടെയാണോ ഒരു നദി ചെന്ന് അവസാനിക്കുന്നത് ആ ഒരു ഭാഗത്തെയാണ് മൗത്ത് എന്ന് പറയുന്നത്. ഈ മൗത്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു സീയോ അല്ലെങ്കിൽ ഒരു ഓഷനോ ഒരു ലേക്കിന്റെയോ ഭാഗമായിരിക്കാം. Main course of trunk, the portion between the source and mouth and the main body of a river is the main course of trunk. സോഴ്സിനും മൗത്തിനും ഇടയിലുള്ള റിവറിന്റെ മെയിൻ വാട്ടർ ബോഡിയെയാണ് മെയിൻ കോഴ്സ് അല്ലെങ്കിൽ ട്രങ്ക് എന്ന് വിളിക്കുന്നത്. Tributary. A tributary or affluent is a stream or river that flows into a larger stream or main stem or a parent river or a lake. A tributary does not flow directly into a sea or ocean. Tributary, പോഷക നദികൾ. ഒരു നദിക്ക് വെള്ളം പ്രദാനം ചെയ്യുന്ന ഒരുപാട് നദികൾ കാണും. അത്തരത്തിലുള്ള നദികളെയാണ് ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ പോഷക നദികൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അഫ്ലുവൻ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മെയിനായിട്ടൊരു സ്ട്രീം കാണും, അവിടെ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ട്രിബ്യൂട്ടറി ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഒരു സീയിലോ ഓഷനിലോ പോയി പതിക്കാറില്ല. ഡിസ്ട്രിബ്യൂട്ടറി
A distributary or a distributary channel is a stream that branches off and flow away from a mainstream channel. Distributary കൈവഴികൾ ഒരു നദി ഒരു സമുദ്രത്തിലോ അതല്ല ഒരു ഓഷനിലോ ഒരു ലേക്കിലോ ചെന്ന് ചേരുമ്പോൾ അത് പല പല കൈവഴികളായിട്ടായിരിക്കും ചേരുന്നത്. അത്തരത്തിലുള്ള കൈവഴികളെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടറി. Then catchment area. A catchment area is an area of land where water collects from and it drains, often bounded by hills. ഒരു catchment area എന്ന് പറയുന്നത് ഒരു നദിക്ക് വേണ്ടിയിട്ടുള്ള ജലം മഴയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു ലാൻഡിനെയാണ് catchment area എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ചുറ്റപ്പെട്ടിരിക്കുന്നത് ഹിൽസ് വഴിയായിരിക്കും. വലിയ വലിയ നദികൾ, ഇപ്പോൾ ആമസോൺ, മിസിസിപ്പി, അങ്ങനെ വലിയ വലിയ നദിയുടെ catchment ഏരിയയെ വിളിക്കുന്നത് റിവർ ബേസിൻ എന്നും, അതേ സമയം ചെറിയ സ്മോൾ റിവേഴ്സോ അല്ലെങ്കിൽ ലേക്കോ അല്ലെങ്കിൽ ടാങ്കിനോ ഒക്കെ catchment ഏരിയ വിളിക്കുന്നത് വാട്ടർഷെഡ് എന്നുമാണ്. Just look upon this picture. This is a picture showing the parts of a river. This is a source where the stream originates. Then these are the tributaries which supplies water to the main water body, and this is the main stream or the trunk or portion of a river. Then these are the distributaries, and this is the river mouth. Then catchment area. This is a figure showing the catchment area, that is a watershed of a stream or a river, and the watershed includes all these portions where the river gets the rain water, all these portions. Then moving on to our topic, erosional work by running water. The word erosion is derived from the Latin word erodere, which means to gnaw. Erosion എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡായ എറോഡെറെ എന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ടു നോ. ടു നോ എന്ന് പറഞ്ഞാൽ വിയർ അവേ ചെയ്യുക, വാഷ് അവേ ചെയ്യുക എന്നൊക്കെയാണ് അതിനർത്ഥം. Erosion is a dynamic process which involves the removal of geomaterials from the rocks and other deposited materials. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറോഷൻ എന്ന് പറയുന്നത് ഒരു റോക്കിൽ നിന്നോ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൽ നിന്നോ അതിലുള്ള ജിയോ മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇറോഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നെങ്കിൽ ഇറോഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് that loosens sediment and move it from one place to another on earth's surface. ഇറോഷൻ എന്ന് പറയുന്നത് ഒരു സെഡിമെന്റിനെ ലൂസൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത്തരത്തിൽ ലൂസൺ ചെയ്യുന്ന സെഡിമെന്റ്സിനെ ക്യാരി ചെയ്യും ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എറോഷൻ എന്ന് പറയുന്നത്. The following relationship may be identified between the rate of fluvial erosion and river load. റിവർ എറോഷനും റിവറിന്റെ ലോഡും തമ്മിലൊരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ്, ദ എറോഷൻ ബിക്കംസ് മിനിമം ഇൻ ദ ആബ്സെൻസ് ഓഫ് റിക്വയർഡ് എമൗണ്ട് ഓഫ് റിവർ ലോഡ്. എമൗണ്ട് ഓഫ് ലോഡ് ഒരു റിവറിന് കുറവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇറോഷൻ എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും. ഇറോഷൻ ബിക്കംസ് മിനിമം വെൻ ദ റിവർ ഹാസ് ദ മാക്സിമം ലോഡ്. ലോഡ് കൂടുതലാണെങ്കിലും ഒരു റിവറിൽ നിന്നുണ്ടാകുന്ന ഇറോഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. And erosion become maximum when the river carries load according to its transporting capacity. എപ്പോഴാണ് ഇറോഷൻ മാക്സിമം ആവുന്നത് എന്ന് വെച്ചാൽ ഒരു റിവറിന് അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് കപ്പാസിറ്റിയുടെ മാക്സിമം അത് ലോഡ് അതിലുണ്ടെങ്കിൽ അവിടെ ഇറോഷൻ നടക്കുന്നത് മാക്സിമം ആയിരിക്കും. ലോഡ് കൂടിയാലും ലോഡ് കുറഞ്ഞാലും ഇറോഷൻ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അതിൻ്റെ ഒപ്റ്റിമം കപ്പാസിറ്റിക്ക് അതനുസരിച്ച് ലോഡ് ഉണ്ടെങ്കിൽ അവിടെ ഇറോഷൻ മാക്സിമം ആയിരിക്കും. Then, running water erodes the rock either by chemical or mechanical method. Running water പ്രധാനമായിട്ടും ഇറോഷൻ ഉണ്ടാക്കുന്നത് കെമിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വേസ് ആണ്. Some of the rock over which the water flows are dissolved in water, and this process of dissolution is known as chemical erosion. ചില വെള്ളത്തിൽ റോക്കിന് മുകളിൽ കൂടെ ഒഴുകുന്ന സമയത്ത് ആ റോക്കിലുണ്ടാകുന്ന പാർട്ടിക്കിൾസ് അതിൽ ഡിസോൾവ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ഡിസൊല്യൂഷൻ കൊണ്ടാണ് ഇറോഷൻ നടക്കുന്നതെങ്കിൽ അത് കെമിക്കൽ ഇറോഷൻ ആയിരിക്കാം. ഒരു പക്ഷേ കാൽഷ്യം കാർബണേറ്റ് കണ്ടന്റ് ഒക്കെ കൂടുതലുള്ള ഒരു റോക്കിന് മുകളിൽ കൂടെ വെള്ളം ഒഴുകുന്നെങ്കിൽ അവിടെ ഒരു ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഇറോഷൻ ആയിരിക്കാം സംഭവിക്കുന്നത്. The wearing away of rock fragments from its bed and its banks by loose solid materials carried down by river is called mechanical erosion. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഇറോഷൻ ആ ടേമിൽ തന്നെയുണ്ട്.
അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വഴിയോ വിയറിങ് അവേ വഴിയോ ഒക്കെയാണ് റോക്ക് ഫ്രാഗ്മെന്റ്സിന്റെ മൂവ്മെന്റ് ഒക്കെ വഴിയാണ് അവിടെ ഒരു ഇറോഷൻ സംഭവിക്കുന്നെങ്കിൽ അത് മെക്കാനിക്കൽ ഇറോഷൻ. And the erosion can be also divided into two types, vertical and lateral erosion. Deepening of river channel by corrosion of bed is known as vertical erosion, and the corrosion on the banks of the river is known as lateral erosion. Erosion വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കും, vertical erosion lateral erosion. ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചോ, താഴോട്ട് ഒരു റിവറിന്റെ സെൻട്രൽ പോർഷനിൽ ഡെപ്ത് ചെയ്ത് ഡൗൺ കട്ട് ചെയ്ത് പോകുന്ന ഇറോഷനെ വെർട്ടിക്കൽ ഇറോഷൻ എന്നും, അതേസമയം അതിന്റെ ബാങ്ക് ആണ് കട്ട് ചെയ്ത് പോകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഇറോഷന് ലാറ്ററൽ ഇറോഷൻ എന്ന് വിളിക്കും. ഇനി ഇത്തരത്തിൽ ഇറോഷൻ ചെയ്യുന്ന ഏജൻസിന്റെ ടൂൾസ് എന്ന് പറയുന്നത് പെബിൾസ് ആവാം, ബൗൾഡേഴ്സ് ആവാം, കോബിൾസ് ആവാം. ഇത്തരത്തിലുള്ള ടൂൾസിനെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ഡ്രില്ലിംഗ് ടൂൾസ്. Then the method of erosion by running water. Mainly the river erode by solution or corrosion, abrasion or corrosion, attrition and hydraulic action. Solution or corrosion. This is a chemical or solvent action of water on soluble or partly soluble rocks with which the river water comes in contact. Solution involves the dissolution of soluble materials through the process of disintegration and decomposition of carbonate rocks. The soluble materials removed from the parent material are mixed with the running water of the stream. Most of the salts are removed from the parent material or bedrock through the process of carbonation and are suspended in the river water. പ്രധാനമായിട്ടും അത് 4 രീതിയിലാണ് അതിന്റെ ഇറോഷൻ നടത്തുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ അല്ലെങ്കിൽ കൊറോഷൻ. നേരത്തെ പറഞ്ഞ കെമിക്കൽ ഇറോഷന്റെ ടൈപ്പ് തന്നെയാണ് സൊല്യൂഷൻ അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്നത് വാട്ടറിന്റെ സോൾവെന്റ് കപ്പാസിറ്റിയാണ്, സോൾവെന്റ് ആക്ഷൻ ആണ്. റോക്കിലുള്ള സോൾവെന്റ് ആയിട്ടുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ മറ്റു മെറ്റീരിയൽസ് മിനറൽസ് എന്ന് പറയുന്നത് ഈ ഒരു വാട്ടറിൽ സോൾവ് ആകുകയും അത് ഒഴുകി പോവുകയും ചെയ്യും. അത്തരത്തിലുണ്ടാകുന്ന ഇറോഷനെയാണ് സൊല്യൂഷൻ അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും സംഭവിക്കുന്നത് കാർബണേറ്റ് റോക്സിലാണ്. അതിന്റെ ഡിസിന്റഗ്രേഷനും ഡീകമ്പോസിഷനും കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഭാസത്തിന്, അതായത് കാർബണേഷൻ പ്രോസസ്സാണ് ഇതിൽ കൂടുതൽ ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്തരം കാർബണൈസേഷൻ പ്രോസസ്സ് വഴി റിമൂവ് ചെയ്യുന്ന സോൾട്ട് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് റിവറിൽ കൂടെ ഒഴുകി നീങ്ങുന്നത്. Abrasion or corrosion. The wearing away of the bed and bank by the load carried by the river is abrasion or corrosion, as the rock particles bounce, scrape and drag along the bottom and sides of the river. They break off additional rock fragments. This form of erosion is called corrosion or abrasion. Corrosion അല്ലെങ്കിൽ abrasion. ഒരു നദി ഒഴുകുന്ന സമയത്ത് ആ നദിയിൽ ഒരുപാട് പെബിൾസോ കോബിൾസോ ബൗൾഡേഴ്സോ അല്ലെങ്കിൽ മറ്റു റോക്ക് ഫ്രാഗ്മെന്റ്സോ ഒക്കെ കാണും. അതുകൊണ്ടായിരിക്കും ആ നദി ഒഴുകുന്നത്. ഇത്തരത്തിൽ ഒഴുകുന്ന നദിയിലുള്ള പെബിൾസോ കോബിൾസോ ബൗൾഡേഴ്സോ അല്ലെങ്കിൽ മറ്റു റോക്ക് ഫ്രാഗ്മെന്റ്സോ നദിക്ക് അടിയിൽ കാണുന്ന റോക്കോ അല്ലെങ്കിൽ നദിയുടെ ബെഡിൽ കാണുന്ന സൈഡിൽ കാണുന്ന ബാങ്ക്സിൽ കാണുന്ന റോക്സോ ആയിട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചിട്ട്, അതായത് വിയറിങ്ങും ടിയറിങ്ങും ഒക്കെ ഉണ്ടായിട്ട് അത്തരത്തിലുള്ള ബെഡ് റോക്സ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് ഇറോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുണ്ടാകുന്ന ഇറോഷനെ വിളിക്കുന്ന പേരാണ് അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ. ഒരു മെക്കാനിക്കൽ ഇറോഷന് എക്സാമ്പിൾ ആണ് അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ എന്ന് പറയുന്നത്. And this abrasion or corrosion are of two types, vertical corrosion and lateral corrosion. Vertical corrosion occurs downward. Vertical ആയിട്ടാണ് നദിയുടെ നടുക്കുള്ള ഭാഗം കുഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ ഇറോഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ അത് വെർട്ടിക്കൽ ഇറോഷനും, അതേസമയം സൈഡിലുള്ള ബാങ്ക്സിലുള്ള റോക്ക് മെറ്റീരിയൽസ് ആണ് ഇറോഡ് ചെയ്ത് പോകുന്നതെങ്കിൽ അത് ലാറ്ററൽ ഇറോഷനുമായിരിക്കും. ഇപ്പൊ വെർട്ടിക്കൽ ഇറോഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ നദിയുടെ ആഴം കൂടി വരും. ഇനി ലാറ്ററൽ ഇറോഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ നദിയുടെ ബാങ്ക്സ് വൈഡനായി വരും. Then attrition, the mechanical tear and wear of the erosional tools themselves. The boulders, the cobbles, the pebbles, while moving with the water, collide against each other and thus are fragmented into smaller and finer particles in transit.
The rock particles are so broken down that ultimately they are communicated into coarse-defined sand particles which are transported down the channel in suspension. Abrasion. നേരത്തെ പറഞ്ഞു, അതായത് അബ്രേഷൻ എന്താണ്? ഏതെങ്കിലും ഒരു റോക്ക് നദിക്കടിയിൽ കിടക്കുന്ന റോക്കിനെ ചെന്ന് ഇടിച്ച് അല്ലെങ്കിൽ ഒരു വിയറിങ്ങും ടിയറിങ്ങും ഉണ്ടാവുന്ന ഇറോഷനെ അബ്രേഷൻ എന്ന് പറയുന്നു. അതേസമയം നദിയിൽ കൂടെ ഒഴുകി നടക്കുന്ന ഈ പെബിൾസും കോബിൾസും ബൗൾഡേഴ്സും പരസ്പരം ഉരഞ്ഞുണ്ടാകുന്ന ഇറോഷനെ വിളിക്കുന്ന പേരാണ് അട്രീഷൻ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ഇറോഷന് തന്നെ എക്സാമ്പിൾ ആണ്. ഇത്തരത്തിൽ അട്രീഷൻ സംഭവിക്കുന്ന റോക്ക് പാർട്ടിക്കിൾസ് ചിലപ്പോൾ കോഴ്സ് പാർട്ടിക്കിൾസ് ആയിരിക്കും, ചിലപ്പോൾ ഫൈൻ പാർട്ടിക്കിൾസ് ആയിരിക്കും. ഇതും നദിയിൽ കൂടെ ഒഴുകുന്നത് സസ്പെൻഡഡ് പാർട്ടിക്കിൾസിന്റെ രൂപത്തിലാണ്. Hydraulic action. This involves the breaking down of the rocks of the valley sides due to the impact of water currents of the channel. This is a mechanical loosening and sweeping away of material by the shear force of river water itself. No load of material is involved in this process. Hydraulic action. Wordil thaneyundu something related to water. വാട്ടറിന്റെ ആക്ഷൻ കൊണ്ട് മാത്രമാണ് ഒരു ഇറോഷൻ സംഭവിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ റോക്സിന് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള ഇറോഷനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് ആക്ഷൻ. ഇവിടെ ഒരു തരത്തിലുള്ള ലോഡോ മെറ്റീരിയലോ ഒന്നും തന്നെ ഈ ഒരു പ്രോസസ്സിന് ഇൻവോൾവ് ആകുന്നില്ല. ശക്തമായിട്ടുള്ള വാട്ടറിന്റെയോ അല്ലെങ്കിൽ വാട്ടർ കറണ്ടിന്റെയോ മൂവ്മെന്റ് കൊണ്ട് ബെഡ് റോക്കിന് ബ്രേക്കിംഗ് ഡൗണോ വീറിങ്ങോ ടിയറിങ്ങോ സംഭവിക്കുന്നതിനെയാണ് ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. The picture shows the four methods of erosion by running water. Attrition ഇവിടെ കാണാൻ സാധിക്കും. പരസ്പരമുള്ള റോക്ക് പാർട്ടിക്കിൾസിന്റെ കൂട്ടിമുട്ടൽ കൊണ്ടുണ്ടാകുന്ന വിയറിങ്ങും ഇറോഷനെയാണ് അട്രീഷൻ എന്ന് പറയുന്നത്. ഒഴുകി വരുന്ന പദാർത്ഥങ്ങൾ വഴി ബെഡ് റോക്കിനുണ്ടാകുന്ന തേയ്മാനത്തിനെയാണ് അബ്രേഷൻ എന്ന് പറയുന്നത്. നദിക്കകത്തുള്ള റോക്സ് ഡിസോൾവ് ചെയ്ത് ഒഴുകി മാറുന്നതിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. വാട്ടർ കറണ്ടിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ബെഡ് റോക്സിന് ഇറോഷൻ സംഭവിക്കുന്നതിനെ ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് വിളിക്കുന്നു. Another term associated with the erosion by running water is the base level of erosion. There is a limit for maximum vertical erosion by a river beyond which it cannot degrade its valley. This limit of maximum downward erosion by a river is called base level of erosion or simply a base level. Base level of erosion. Erosion by running water ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് ബേസ് ലെവൽ ഓഫ് ഇറോഷൻ എന്ന് പറയുന്നത്. ഒരു നദിക്ക് രണ്ട് രീതിയിലുള്ള ഇറോഷൻ ഉണ്ടെന്ന് പറഞ്ഞു. വെർട്ടിക്കൽ ഇറോഷനും ലാറ്ററൽ ഇറോഷനും നടക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ വെർട്ടിക്കൽ ഇറോഷനിൽ പ്രധാനമായിട്ടും വാലി അല്ലെങ്കിൽ നടുക്കുള്ള ഭാഗം ഡീപ്പൻ ചെയ്താണ് പോകുന്നത്. അതിന് വാലി ഡീപ്പനിങ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വാലി ഡീപ്പനിങ്ങിൽ ഒരു ലിമിറ്റ് വരെ ഏതൊരു നദിക്കും അതിന്റെ ബേസ് ഇറോഡ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഇറോഷൻ സംഭവിക്കത്തില്ല. ഒരു ലിമിറ്റ് കാണും, ആ ലിമിറ്റ് വരെ മാത്രമേ ഒരു നദിക്ക് വെർട്ടിക്കൽ ഇറോഷൻ നടത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം മാക്സിമം ഒരു നദിക്ക് അതിന്റെ വെർട്ടിക്കൽ ഇറോഷൻ നടത്താൻ പറ്റുന്ന ആ ലിമിറ്റിനെ വിളിക്കുന്ന പേരാണ് ബേസ് ലെവൽ ഓഫ് ഇറോഷൻ അല്ലെങ്കിൽ ബേസ് ലെവൽ. And this term was first introduced by J.W. Powell in 1875. And there are mainly three types of base level: grand base level, temporary base level, and local base level. Grand base level. Grand base level is otherwise known as general or ultimate or permanent base level, and it is determined by the sea level. Grand base level നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് sea level ആണ്. ഈ ബേസ് ലെവലിന്റെ പ്രത്യേകത ഇത് കാണപ്പെടുന്നത് സ്മൂത്ത് കർവ് ആയിട്ടാണ്. ഇത് പിന്നീട് കോൺക്രീറ്റ് അപ്സ്ട്രീം ആയിട്ട് മാറാറുണ്ട്. ടെമ്പററി ബേസ് ലെവൽ, ആ പേരിൽ തന്നെയുണ്ട്, ഒരു ടെമ്പററി ആയിട്ട് കാണപ്പെടുന്ന ബേസ് ലെവലിനെയാണ് ടെമ്പററി ബേസ് ലെവൽ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ടെമ്പററി ബേസ് ലെവൽ ഉണ്ടാവാൻ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ നദി ഒഴുകുന്ന ദിശയിലുള്ള ബെഡ്സ് ഹാർഡും സോഫ്റ്റ് റോക്സിന്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ലെയർ ആയിരിക്കാം. അതുകൊണ്ടും ടെമ്പററി ബേസ് ലെവൽ ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ ഒരു നദിയുടെ കോഴ്സിൽ തന്നെ ഏതെങ്കിലും ഒരു ലേക്കിന്റെ പ്രസൻസ് കാണാം. അങ്ങനെയൊക്കെ ടെമ്പററി ബേസ് ലെവൽസ് ഉണ്ടാവാറുണ്ട്. Then local base level, the level of the confluence of a tributary stream with its receiving master stream. The tributary stream first erode, the valleys erode first according to their level of confluences. ലോക്കൽ ബേസ് ലെവൽ എന്ന് പറയുന്നത് ഒരു നദിയിലേക്ക് വന്നു ചേരുന്ന നദികളെ, നമ്മുടെ പോഷക നദികളെ ട്രിബ്യൂട്ടറീസ് എന്നാണ് പറയുന്നത്. ഈ ട്രിബ്യൂട്ടറീസിന്റെ ഇറോഷൻ കൊണ്ടുണ്ടാകുന്ന ബേസ് ലെവലിനെയാണ് ലോക്കൽ ബേസ് ലെവൽ എന്ന് വിളിക്കുന്നത്.
ചേഞ്ചസ് ഓർ മൂവ്മെന്റ്സ് ഓഫ് ബേസ് ലെവൽ. ബേസ് ലെവലിന്റെ മൂവ്മെന്റ്സ് ചേഞ്ച് ചെയ്യുന്നതിന് പ്രധാനമായിട്ടും നിർണ്ണയിക്കുന്ന ഘടകമെന്ന് പറയുന്നത് സീ ലെവൽ ചേഞ്ചസ് തന്നെയാണ്. സീ ലെവലാണ് ഒരു നദിയുടെ ബേസ് ലെവലിൽ നിർണ്ണയിക്കുന്ന ഘടകം. അതുകൊണ്ട് സീ ലെവലിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നെങ്കിൽ ബേസ് ലെവലിന് മാറ്റം സംഭവിക്കും. ഇനി സീ ലെവൽ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം? സീ ലെവലിന്റെ ചേഞ്ചിനെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ജനറൽ ക്ലാസിഫിക്കേഷൻ. ജനറൽ ക്ലാസിഫിക്കേഷൻ രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. യൂസ്റ്റാറ്റിക് ചേഞ്ചസ്, ലോക്കൽ ചേഞ്ച്. യൂസ്റ്റാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് ഗ്ലോബൽ ആയിട്ടാണ് ഒരു സീ ലെവൽ ചേഞ്ച് വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ ഓഷൻ അല്ലെങ്കിൽ പസഫിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, എല്ലാ ഓഷനും ഒരേപോലെ സീ ലെവൽ ചേഞ്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടിനെന്റൽ ബേസ് ആയിട്ടുള്ള ഓഷൻസിന് സീ ലെവൽ ചേഞ്ച് വരുന്നെങ്കിൽ അത് യൂസ്റ്റാറ്റിക് ചേഞ്ച്. അതേസമയം ലക്ഷദ്വീപ് സീ അല്ലെങ്കിൽ അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ മാത്രമാണ് സീ ലെവൽ മാറ്റം വരുന്നതെങ്കിൽ ലോക്കൽ ചേഞ്ച്. On the basis of time factor, time factor ബേസ് ചെയ്തിട്ട് ലോങ് ടേം ചേഞ്ച്, ഷോർട്ട് ടൈം ചേഞ്ച്. അത് ചുരുങ്ങിയ കാലത്തേക്കാണ് സീ ലെവലിന് മാറ്റം വരുന്നതെങ്കിൽ ഷോർട്ട് ടൈം ചേഞ്ച്, ഒരുപാട് നാളത്തേക്കാണ് അത് മാറ്റം വരുന്നതെങ്കിൽ ലോങ് ടേം ചേഞ്ച്. ഇനി ടൈപ്പിനെ വെച്ചിട്ട്, അതിന്റെ ചേഞ്ച് ടൈപ്പ് വെച്ചിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ചേഞ്ച്, നെഗറ്റീവ് ചേഞ്ച്. പോസിറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് സബ്സൈഡ് ചെയ്യും, മുങ്ങിപ്പോവുകയും പകരം സീ ഫ്ലോർ പൊങ്ങി വരികയും ചെയ്യുന്നത്. സീ ലെവലിന്റെ ചേഞ്ച് കൊണ്ട് കോസ്റ്റ് സബ്സൈഡ് ചെയ്യുകയും അതേസമയം സീ ഫ്ലോർ പൊങ്ങി വരികയും ചെയ്തത് പോസിറ്റീവ് ചേഞ്ചും, അതേസമയം കോസ്റ്റ് എമർജ് ചെയ്യുകയും സീ ഫ്ലോർ സബ്സൈഡ് ചെയ്ത് പോകുന്നത് നെഗറ്റീവ് ചേഞ്ചുമാണ്.